എൻ്റെ തനതായ വീഡിയോ ആയിട്ട് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത് അൻവർ ലീഗിൽ എന്ന ഒരു വീഡിയോ ആണ്. ഏകദേശം 25,000-ഓളം ആൾക്കാർ കണ്ട ഒരു വീഡിയോ. അൻവർ തോറ്റു കഴിഞ്ഞപ്പോൾ ഇനി അദ്ദേഹം എങ്ങോട്ട് എന്നുള്ള ഒരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ച അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ളൊരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞത്, മാഷെ, അൻവർ സാഹിബ് ലീഗിലേക്ക് പോകും എന്നാണ്. അൻവറും 2 ടൈം വളരെ വിശ്വസ്തനായിട്ട് തന്നെ നിന്നെങ്കിലും ഇനി ഇടതുമുന്നണിയിൽ സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഇടതുമുന്നണി വിടാൻ നിർബന്ധിതനാവുകയായിരുന്നു ശ്രീ PV അൻവർ. ലീഗ് തള്ളിക്കളഞ്ഞില്ല, അൻവർ സാഹിബ് തള്ളിക്കളഞ്ഞില്ല. പല കാര്യങ്ങളിലോട്ടും വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ശ്രീ അൻവറെ ഒരു എടുക്കാച്ചരക്കാക്കി കേരള രാഷ്ട്രീയത്തിൽ മാറ്റാൻ വേണ്ടി ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരുന്നു, വേറെ ആരുമല്ല. അപ്പോഴും ഞാൻ നമ്മുടെ ചാനൽ പറഞ്ഞ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ലീഗിലേക്കാണ് അൻവർ. എന്നാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ ഉള്ള നേതാക്കൾ ഇരിക്കുന്ന ഒരു വേദിയിലേക്ക് നടന്നു കയറി ചെല്ലാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് നമുക്കും അറിയാം. അപ്പോഴാണ് ശ്രീ അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കി UDF എടുത്തു എന്നുള്ള കാര്യം ഇന്നലെ പുറത്തു വരുന്നത്. നമ്മൾ പറഞ്ഞതിൽ നിന്നും ഏകദേശം അടുത്ത് വരെയാണ്. കാര്യം കോൺഗ്രസ് എന്തായാലും കോൺഗ്രസിൻ്റെ സീറ്റിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യതയില്ല. ലീഗ് മത്സരിച്ച് വരുന്ന ഒരു സീറ്റായിരിക്കും ശ്രീ അൻവറിന് വേണ്ടിയിട്ട് കോൺഗ്രസ് കൊടുക്കാൻ ആവശ്യപ്പെടുക. അല്ലെങ്കിൽ ശ്രീ അൻവർ ആവശ്യപ്പെട്ടതുപോലെ നിലമ്പൂർ സീറ്റായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കുന്നത്. നിലമ്പൂരിൽ ഇപ്പോഴും തന്നെ ഫ്ലെക്സുകളും ബോർഡുകളും നിരന്നു കഴിഞ്ഞു, അൻവറിന് സ്വാഗതം എന്നുള്ള രീതിയിൽ. അൻവറിന് എന്താണ് പ്രത്യേക താല്പര്യം ബേപ്പൂരിൽ എന്ന് ചോദിച്ചാൽ, അൻവർ CPM വിടാനുണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ മന്ത്രിസഭയുടെ ആദ്യ കാലത്ത് തന്നെ റിയാസിനെ മരുമോൻ സ്ഥാനത്ത് മന്ത്രിയാക്കുകയും രാജേഷിനെ സ്പീക്കറാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി അടുത്തൊരു ചാൻസ് വരുമ്പോഴത്തേക്ക് എനിക്കൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു സാധ്യത, ഒന്നുമില്ലെങ്കിൽ അടുത്ത മന്ത്രിസഭയിലെങ്കിലും ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടെങ്കിലും എനിക്ക് ഈ CPM-ൻ്റെ വ്യവസ്ഥയ്ക്കകത്തൊരു ഇടം ഉണ്ടാകുമെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. മന്ത്രിസഭയിൽ എന്തായാലും സ്ഥാനം ഉണ്ടാവില്ല എന്ന് ഏകദേശം അദ്ദേഹത്തിന് ഉറപ്പായി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് കഷ്ടകാലത്തിന് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിക്കുന്നത്. അദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് മരണക്കിടക്കയിൽ വെച്ച് ശ്രീ പിണറായി വിജയനോട് ആവശ്യപ്പെട്ടത് നമ്മുടെ ഷംസീറിനെ മന്ത്രിയാക്കണമേ എന്നാണ്. ഷംസീറിനെ യാതൊരു കാരണവശാലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ താല്പര്യമില്ലാതിരുന്ന പിണറായി അദ്ദേഹത്തിൻ്റെ ഏറെക്കാലത്തെ വിശ്വസ്തനായിരുന്ന സെക്രട്ടറിയോട് പറഞ്ഞു, ഞാൻ ക്യാബിനറ്റ് റാങ്കുള്ള സ്പീക്കറാക്കാം. നിയമസഭയിലെ ഒരു പൊതുശല്യമായിരുന്ന ഷംസീറിനെ സ്പീക്കറാക്കിയത് ആ ശല്യവും തീർന്നു. എനിക്ക് തോന്നുന്നത് ഈ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാര്യം പ്ലീസ് പറഞ്ഞിട്ടുള്ള ആൾ ശ്രീ ഷംസീറാണെന്ന് തോന്നുന്നു. എന്തായാലും ഷംസീർ സ്പീക്കറായതോടെ നമ്മുടെ നിലമ്പൂരാൻ്റെ സകല നിയന്ത്രണവും വിട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അന്ന് തൊട്ടാണ് അദ്ദേഹം സ്വന്തം വാപ്പയെ പോലെ കരുതിയിരുന്ന പിണറായിയെ ചീത്ത വിളിച്ചു തുടങ്ങിയത്. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈയൊഴിഞ്ഞ് നിലമ്പൂരത്തെ സ്ഥാനം രാജിവെച്ച് ആ സ്ഥാനത്തിപ്പോൾ UDF-ൻ്റെ ആര്യാടൻ ഷൗക്കത്താണ് MLA ആയിരിക്കുന്നത്. എന്തായാലും നിലമ്പൂരാൻ ഒരു തിരിച്ചുവരവില്ല എന്ന് നമ്മൾ അന്നേ മനസ്സിലാക്കിയതാണ്. കാര്യം ഷൗക്കത്തിൻ്റെ ഒരു മണ്ഡലമാണ്, ഷൗക്കത്തിന് അത് കൊടുത്തേ പറ്റത്തുള്ളൂ. അവിടെ ശ്രീ അൻവർ ജയിച്ചത് തന്നെ കഴിഞ്ഞ തവണ BJP പിടിച്ച വോട്ടുകളിൽ നിന്നും വളരെ കഷ്ടിച്ച് 2500 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ ഇനി അദ്ദേഹം നിലമ്പൂരിന് വേണ്ടിയിട്ട് ചോദിക്കില്ല, പകരം ബേപ്പൂർ ചോദിക്കുമെന്ന് പറയാനുള്ള കാരണം
അദ്ദേഹത്തിന് കിട്ടുമായിരുന്ന ഒരു സീറ്റ്, ഒരു മന്ത്രിസഭയിൽ ഒരു സ്ഥാനം എടുത്തു കളഞ്ഞത് ശ്രീ റിയാസ് ആണ് എന്നുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയാണ് അദ്ദേഹത്തിനുണ്ടായത്. എന്തായാലും മരുമോനിസവും പിണറായിസവും തീർക്കാൻ വേണ്ടി ആശാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ബേപ്പൂർ സകല ശക്തിയോടെയും മത്സരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ശ്രീ അൻവർ സാഹിബ് നിൽക്കുന്നത്. ജയിച്ചു വന്നാൽ മന്ത്രിയാക്കുമോ എന്ന് ചോദിച്ചാൽ അതിനാണ് നേരത്തെയുള്ള ഉത്തരം. ജാനുവിനെയും വിഷ്ണുപുരത്തിനെയും അൻവറിനെയൊക്കെ എടുത്തേക്കുന്നത് അസോസിയേറ്റഡ് അംഗങ്ങളായിട്ടാണ് എടുത്തേക്കുന്നത്. അതായത് മീറ്റിംഗ് കഴിയുമ്പോൾ വെളിയിൽ നിന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പറയാനുള്ളത് ആദ്യം കേൾക്കാനുള്ള ഒരു ഗുണമുണ്ടാവുക എന്ന് മാത്രമാണുള്ളത്. അതിൽ കൂടുതൽ ഈ അസോസിയേറ്റ് മെമ്പർക്ക് വലിയ റോളൊന്നുമില്ല. എന്തായാലും ഞാൻ എൻ്റെ ആ പഴയ വീഡിയോ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കുകയാണ്. 23,000-ഓളം പേര് കണ്ട ആ വീഡിയോ നിങ്ങൾക്കും കണ്ട് ആസ്വദിക്കാൻ സാധിക്കുമെന്നും ഒരു കണിയാൻ്റെ രീതിയിലുള്ള ഒരു പ്രവചനം തിരിച്ചു വന്നതിൻ്റെ സന്തോഷത്തോടെയും ഉൾപ്പുളകത്തോടെയും ഞാൻ നിങ്ങളെ ആ വീഡിയോ ഒന്നുകൂടെ കാണിക്കുകയാണ്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഇട്ടിട്ടുണ്ട്, കമൻറ്റ് ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. എന്തായാലും അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ ഞാനിവിടെ ഈ വീഡിയോയുടെ ഭാഗമായിട്ടിടുന്നുണ്ട്. നന്ദി, നമസ്കാരം.